വെൽക്കം ഓൾ. നെക്സ്റ്റ് സെക്ഷൻ സ്പെഷ്യൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. അതിൽ ഫസ്റ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ. നമുക്ക് ഇവിടെ സ്പെഷ്യൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആയിട്ടുള്ള ബൈനോമിയൽ റാൻഡം വേരിയബിളും പോയിസൺ റാൻഡം വേരിയബിളാണ് വേണ്ടുന്നത് പഠിക്കുന്നത്. അതിൽ ഈ രണ്ട് സെക്ഷനിൽ നിന്നും എസ്സേക്കും അതുപോലെ തന്നെ 3 മാർക്കിനും ചോദ്യം വരാം. 3 മാർക്കിന് നമുക്ക് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. എസ്സേ പാർട്ടിൽ എന്തായാലും ബൈനോമിയലിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, 5 മാർക്കിനോ 4 മാർക്കിനോ. ബൈനോമിയൽ റാൻഡം വേരിയബിൾ ദ എക്സ്പെരിമെൻറ്റ്. ഇപ്പം ഞാൻ ബൈനോമിയൽ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബൈനോമിയൽ റാൻഡം വേരിയബിൾ എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള 5 കേസാണ് ഇവിടെ പറയുന്നത്. ദ എക്സ്പെരിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് നമ്പർ ഓഫ് n ഐഡൻറ്റിക്കൽ ട്രയൽസ്. അവിടെ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം നമ്പർ ഓഫ് ട്രയൽസ് ഫിക്സ്ഡ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഈച്ച് ട്രയൽ ഈസ് എ ബെർണോളി ട്രയൽ. ദാറ്റ് ഈസ് ഈച്ച് ട്രയൽ റിസൾട്ട് ഇൻ one of 2 പോസിബിൾ ഔട്ട്കംസ് ടേംഡ് സക്സസ് ഓർ ഫെയിലുവർ. ഇതൊരു ബെർണോളി ട്രയലാണ്. ആ ട്രയൽ നടത്തുമ്പോൾ ഒന്നി സക്സസ് അല്ലെങ്കിൽ ഫെയിലുവർ. 2 ബൈനോമിയൽ മീൻസ് ബൈ കണ്ടീഷൻ. സക്സസും ഫെയിലുവറും മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അതാണ് ബെർണോളി ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തേർഡ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി ഈസ് കോൺസ്റ്റൻറ്റ് ഫ്രം ട്രയൽ ടു ട്രയൽ. നമ്മൾ ഓരോ ട്രയൽ ഇടുമ്പോഴും പ്രോബബിലിറ്റി ഓഫ് സക്സസ് എപ്പോഴും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് നമുക്ക് സക്സസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ഹെഡിൻ്റെ ചാൻസ് പ്രോബബിലിറ്റി ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എപ്പോഴും എന്തോ ആയിരിക്കും, 2ൽ 1 ആയിരിക്കും. ഓക്കെ, ബാക്കി ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി ഫെയിൽവറായിട്ട് എടുക്കാം. അതാണ് ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര കോയിൻ ടോസ് ചെയ്താലും ആ പ്രോബബിലിറ്റി ഓഫ് സക്സസ് മാറത്തില്ല. ഓക്കെ, ദ ട്രയൽ ആർ ഇൻഡിപെൻഡൻസ്. ഓരോ ട്രയലുകളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഡിഫൈൻ എ റാൻഡം വേരിയബിൾ എക്സ് ടു ബി ദ ടോട്ടൽ നമ്പർ ഓഫ് സക്സസ് ഒക്കേഴ്സ് ഇൻ n ട്രയൽസ്. അപ്പോൾ n ട്രയൽസ് ഉള്ളതിൽ അതിൽ നമ്പർ ഓഫ് സക്സസ് ആണ് എന്തായിട്ട് സൂചിപ്പിക്കുന്നത്, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ ദ n ട്രയൽസ്. n ട്രയൽസിൽ നമ്പർ ഓഫ് സക്സസ് ആയിരിക്കും അവിടെ എക്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ. ദ ബൈനോമിയൽ റാൻഡം വേരിയബിൾ അറിയുന്നിട്ടേക്കുവാണ് കേട്ടോ. ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഹാവിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ബൈനോമിയലിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സാധാരണ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക് ഫോമുല നമ്മൾ പഠിച്ചായിരുന്നു. എഫ് ഓഫ് എക്സ്, സ്മാൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി പി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. നമുക്ക് ഓരോ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോഴേ അതിന് സെപ്പറേറ്റ് പി എം എഫ് ഉണ്ട്. എന്തുവാണ് ബൈനോമിയലിൻ്റെ പി എം എഫ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്തുവാ? എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു n മൈനസ് എക്സ്, വെയർ എൻ ഈസ് ദ നമ്പർ ഓഫ് ട്രയൽസ്, എക്സ് ഈസ് ദ നമ്പർ ഓഫ് സക്സസ് ഇൻ ദ n trials, P is the probability of success, Q is the probability of failure. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റാൻഡം വേരിയബിൾസ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഇവിടുത്തെ റാൻഡം വേരിയബിൾസ് എക്സ് വേരി ചെയ്യുന്നത് 0 തൊട്ട് n വരെ ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുമല്ലോ. അപ്പം 0 തൊട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, 0 തൊട്ട് n വരെയാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, വെയർ 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1. ആ പി പ്രോബബിലിറ്റി ഓഫ് സക്സസ് എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും വരുന്നത്. ആൻഡ് ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി. പി നമുക്ക് കിട്ടിയാൽ ക്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി, അല്ലെങ്കിൽ നമുക്ക് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ക്യൂവും പിയും കണ്ടുപിടിക്കാം, ഉള്ളത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു റിസൾട്ട് ഉണ്ട്, നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. സമ്മേഷൻ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു n മൈനസ് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു n. ആ ക്യൂ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ നമുക്കിവിടെ 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസും ഫെയിലുവറും ആഡ് എപ്പോഴും നോർമൽ ആയിരിക്കും, 1 ആയിരിക്കും. അതാണ് ക്യൂ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു. അപ്പോൾ ക്യൂ പ്ലസ് ബി എന്തുവാണ് നമ്മൾ പഠിച്ചു? ബൈനോമിയലിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസും ഫെയിലുവറും ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നോർമലൈസേഷൻ കണ്ടീഷൻ 1 ആയിരിക്കും. സോ 1 റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, പി എം എഫുകളെല്ലാം ആഡ് ചെയ്യുമ്പം അത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലെ പ്രോബ്ലംസിൽ സമ്മേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്തിനോട് ഈക്വൽ ആണെന്ന് പഠിച്ചു. അത് വെച്ചാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചത് അല്ലേ. പി എം എഫിൽ കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചത് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു n മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബൈനോമിയലിൻ്റെ പി എം എഫ് ആണ്. ആ പി എം എഫുകളെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുമെന്ന് പറഞ്ഞു? 0 തൊട്ട് n എവിടെ വരെയാണോ അവിടെ വരെ വേരി ചെയ്യും. അപ്പോൾ അത്രയും പി എം എഫുകളെല്ലാം ആഡ് ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 1നോട് ഈക്വൽ ആയിരിക്കും. ആ ഒരു അർത്ഥത്തിൽ നമുക്കിത് പഠിച്ചു വയ്ക്കാം. പി എം എഫുകളുടെ എല്ലാം സമ്മേഷൻ എന്തുമായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്
മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 2019 സ്കീം ആയാലും നമുക്ക് ഇപ്രാവശ്യമായാലും നമുക്ക് മീനും വേരിയൻസും ഡെറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ബൈനോമിയലിൻ്റെയോ പോയിസൻ്റെയോ അതുപോലെ തന്നെ ബൈനോമിയൽ പോയിസൺ ടു ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഉണ്ട്. ഇതിൽ 3 പ്രൂഫാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്നത്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരെണ്ണം നമ്മൾ ഇങ്ങനെയാണ് ഉള്ളതെന്ന് പഠിച്ചു വെച്ചാൽ മതി, ബാക്കി എളുപ്പമായിരിക്കും ചെയ്യാൻ. ഓക്കെ, ആദ്യം മീൻ ഡിറൈവ് ചെയ്യാം. ബൈനോമിയലിൻ്റെ മീനാണ് കേട്ടോ. ബൈനോമിയലിൻ്റെ മീൻ ആദ്യം മീനിൻ്റെ ഇക്വേഷൻ എന്തുവാ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തുവാ, ഇ ഓഫ് എക്സ്. മീനിനെ ഡിനോട്ട് ചെയ്യുന്ന ഇ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ. ഇവിടെ ബൈനോമിയലിൻ്റെ എക്സ് റാൻഡം വേരിയബിൾസ് വേരി ചെയ്യുന്ന എക്സ് വാല്യൂസ് വേരി ചെയ്യുന്നത് 0 മുതൽ n വരെയാണ്. അപ്പം ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. സമ്മേഷൻ എക്സ് ഇൻറ്റു പി എം എഫ് ആയിരുന്നു നമ്മളെ ഇ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ. എന്തുവാണ് മീനിൻ്റെ ഇക്വേഷൻ എന്ത് വരുന്നത്, സമ്മേഷൻ എക്സ് ഇൻറ്റു പി എം എഫ് ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ സമ്മേഷൻ വ്യക്തമായിട്ട് കൊടുക്കുക. റാൻഡം വേരിയബിൾ വേരി ചെയ്യുന്ന എക്സ് വേരി ചെയ്യുന്ന 0 മുതൽ n വരെയാണ്. സോ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. നമുക്കറിയാം സമ്മേഷൻ എക്സ് ഈക്വൾ ടു 0 to n എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൾ ടു പി എം എഫ് അറിയാം. നമുക്ക് എന്തിൻ്റെ ബൈനോമിയലിൻ്റെ പി എം എഫ് അറിയാം, എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു n മൈനസ് 6. ഓക്കെ, വിച്ച് ഇസ് ഈക്വൾ ടു നമുക്കിവിടെ എക്സിന് സമ്മേഷൻ 0 തൊട്ട് n വരെ വേരി ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യം എക്സിനെല്ലാം 0 കൊടുക്കുക, പ്ലസ് രണ്ടാമത്തെ എക്സിനെല്ലാം 1 കൊടുക്കുക, പ്ലസ് എക്സെട്ര എങ്ങ് വരെ കൊടുക്കണം, n വരെ ഉള്ള എക്സുകൾ നമ്മൾ കൊടുത്തത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എക്സിന് ഇവിടെ 0 കൊടുത്താലും 0 ഇൻറ്റു സംതിങ് എന്തോ ആയിപ്പോവും, 0 ആയിപ്പോവും. അപ്പോൾ എക്സിന് ഇവിടെ വാലിഡിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് എവിടെ എക്സ് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, എക്സ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, എക്സ് 1 ടു n എക്സ് ഇൻറ്റു എൻ സി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എൻ സി എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ്. ഇത് എന്നാണ് n മൈനസ് എക്സ് ഫാക്ടോറിയൽ. എൻ സി എക്സിൻ്റെ ഇക്വേഷനാണ്. നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എൻ സി എക്സിനെ നമുക്ക് n ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതാം. പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു n മൈനസ് 6 അതേപോലെ കൊടുക്കുക. ബ്രാക്കറ്റിൽ നമുക്ക് എക്സാമിനൊക്കെ എങ്ങനെ ഇത് വന്നു എന്നുള്ളത് സൈഡിൽ കൊടുത്തേക്കുക. സിൻസ് ഇട്ടിട്ട് അതിങ്ങനെ സിൻസിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് എന്തുവാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് മുന്നേ നിന്ന് അപ്ലൈ ചെയ്താൽ അതിവിടെ എഴുതി വയ്ക്കുക. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to n. ഇവിടെ നമുക്ക് മുകളിലൊരു എക്സ് ഉണ്ട്. ആ എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം. എപ്പോഴാണ് ഈ എക്സ് ഫാക്ടോറിയലിന് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ അല്ലേ, എക്സ് ഫാക്ടോറിയലിന് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ മുകളിലത്തെ എക്സും താഴത്തെ എക്സും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈ എൻ ഫാക്ടോറിയലിനെ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിച്ചാൽ 2 രീതിയിൽ ചിന്തിക്കാം. നമുക്കിവിടെ ബൈനോമിയലിൻ്റെ പി എം മീൻ ഇ ഓഫ് എക്സ് എൻ പി എന്നാണ് കിട്ടേണ്ടത്. സോ നമുക്ക് ഇവിടെ ഒരു n നമുക്ക് n ഫാക്ടോറിയൽ നിന്ന് നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ അവിടെ ഒരു n നമുക്ക് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് n എടുക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. അല്ല എങ്കിൽ എക്സ് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു n മൈനസ് 1 അല്ലെങ്കിൽ ഒരു എക്സ് മൈനസ് 1 എന്നുള്ളൊരു ടേം നമുക്ക് അകത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം നമുക്കിപ്പം ഇ ഓഫ് എക്സിൽ എൻ പിയിൽ n ആവശ്യമുണ്ട്. സോ ഞാൻ n ഫാക്ടോറിയലിനെ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതും. എക്സ് ഫാക്ടോറിയലിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതും. എക്സ് അവിടെ ഉണ്ടായിരുന്നു, n മൈനസ് എക്സിന് ഞാൻ അങ്ങനെ എഴുതി. പിന്നെ ബൈനോമിയലിൻ്റെ പി എം മീൻ നമുക്ക് എൻ പി എന്നാണ് കിട്ടേണ്ടത്. അപ്പം പി റൈസ് ടു എക്സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. പി റൈസ് ടു എക്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, പി റൈസ് ടു എക്സിനെ പി റൈസ് ടു 1 ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതിക്കൂടെ. ഇവിടെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ ആൻസർ അല്ലേ. ഇവിടെ പി റൈസ് ടു 1 ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 1, പി റൈസ് ടു 1 പ്ലസ് എക്സ് മൈനസ് 1 ആൻസർ 1 ഉം 1 കട്ട് ചെയ്തു പി റൈസ് ടു എക്സ് തന്നെ കിട്ടൂലേ. അപ്പോൾ പി റൈസ് ടു എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം, പി ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. എന്തിനു വേണ്ടിയിട്ടാണ് ചിന്തിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് നമുക്ക് 2 രീതി ആലോചിക്കാം. നമുക്ക് മീൻ എൻ പി എന്നാണ് കിട്ടേണ്ടത്. അല്ലെങ്കിൽ എക്സ് ഇവിടെ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ എല്ലാം ഒരു -1 രീതിയിൽ കൊണ്ടുവരണം. അങ്ങനെ രീതി ചിന്തിച്ചാലും മതി. ഓക്കെ, അപ്പോൾ പി റൈസ് ടു എക്സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. പി ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 1 ക്യൂ റൈസ് ടു n മൈനസ് 6 ബ്രാക്കറ്റിൽ കാര്യങ്ങൾ കൊടുത്തേക്കുക. ഓക്കെ, എന്തുവാണ് ചെയ്തതെന്നുള്ളത്. ഇനി ഇതിന് നമുക്ക് എൻ പി ആണ് നമുക്ക് മീൻ വേണ്ടത്. സോ ഞാൻ എന്നിനെയും പീനെയും കഴിഞ്ഞ് പുറത്തിട്ടു. അപ്പോൾ നമ്മൾ സേഫായി. ഓക്കെ, ഇനി ഈ ടേം നമുക്ക് 1 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ എന്നും അപ്പം എൻ പി ഇൻറ്റു ഈ ടേം മൊത്തം 1 ആയാൽ നമുക്ക് ഈ മീനിൻ്റെ ഇക്വേഷൻ എന്തോ കിട്ടും, എൻ പി എന്ന് കിട്ടും ഇല്ലേ. സോ ഞാൻ എന്നും പിയും സേഫായിട്ട് ഇനി പുറത്തെടുത്തു. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to n, എക്സും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എന്ന് പുറത്തത് എടുത്തത് കൊണ്ട് n മൈനസ് 1 ഫാക്ടോറിയൽ അകത്തുണ്ട്. താഴെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ, n മൈനസ് എക്സ് ഫാക്ടോറിയൽ, പി പുറത്തെടുത്തായിരുന്നു. പി റൈസ് ടു എക്സ് മൈനസ് 1 ഉണ്ട്, ക്യൂ റൈസ് ടു n മൈനസ് എക്സ് ഉണ്ട്. ഇത്രയും ഒരു വലിയ ടേം അല്ലേ. ആ വലിയത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു, കുഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട്
സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു ഇവിടെ. ഓക്കെ, ഞാൻ n-1ന് സ്മാൾ എം എന്നും x-1ന് y എന്നും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എവിടെ? സമ്മേഷന് അകത്ത് മാത്രം. ഈ സമ്മേഷൻ്റെ അകത്ത് മാത്രമേ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുള്ളൂ? n-1ന് എം എന്നും x-1ന് y എന്നും കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എൻ പി. ഈ സമ്മേഷൻ ഇത് എഴുതിയത് അവിടെ നിൽക്കട്ടെ, ഞാൻ അകത്തുള്ളത് പറഞ്ഞിട്ട് ഇതെങ്ങനെ വന്നു എന്നുള്ളത് പറയാം. ഓക്കെ, n-1ന് ഞാൻ എം ഫാക്ടോറിയൽ, n-1 ഫാക്ടോറിയലിന് എം ഫാക്ടോറിയൽ എഴുതാം. x-1 ഫാക്ടോറിയലിന് ഞാൻ x-1ന് y എന്ന് എടുത്തു. സോ x-1 ഫാക്ടോറിയലിന് y ഫാക്ടോറിയൽ എഴുതാം. എങ്ങനെ n-x ഫാക്ടോറിയൽ ഇവിടെ m-y ആയി? ഞാനിവിടെ ഇത് രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഈ രണ്ട് എടുത്ത സാധനങ്ങൾ രണ്ടെണ്ണം കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം n-1ൽ നിന്ന് ഞാൻ എന്തോ കുറയ്ക്കണം, n-1ൽ നിന്ന് ഞാൻ എന്തോ കുറയ്ക്കണം? x-1 കുറയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡ്, രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം കറസ്പോണ്ടിങ് റൈറ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യേണ്ടേ? എമ്മിൽ നിന്ന് ഞാൻ എന്തോ കുറയ്ക്കുന്നു? y കുറയ്ക്കുന്നു. ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പം n-1 മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ -x മൈനസും +1 ഈക്വൽ ടു m-y. ഈ -1 +1 കട്ട് ചെയ്ത് പോയി. അപ്പോൾ n-x എന്തെന്ന് കിട്ടി? m-y എന്ന് കിട്ടി. ഞാൻ വെറുതെ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തതാണ്. ലെഫ്റ്റ് സൈഡ് കറസ്പോണ്ടിങ് സബ്ട്രാക്ട് ചെയ്യുക, റൈറ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പം n-x എന്തെന്ന് കിട്ടും? നമുക്ക് m-y എന്ന് കിട്ടും. സോ n-x ഫാക്ടോറിയലിന് m-y ഫാക്ടോറിയൽ എന്ന് എഴുതാം. p⁻x-1ന് y എന്ന് എഴുതാം. q⁻n-xന് എന്തെന്ന് എഴുതാം? m-y എന്ന് എഴുതാം. ഓക്കെ, എക്സ് പിന്നെ ഇവിടെ എല്ലാ വേരിയബിളും എന്തിലായി? y, എമ്മിലും വൈയിലുമായി. സോ ഇവിടെ സമ്മേഷൻ ഇവിടെ x = 1 to n എന്ന് എഴുതിയതുപോലെ ഇവിടെ y = എന്നും പറഞ്ഞായിരിക്കും നമ്മൾ എഴുതുന്നത്. കാര്യം ഇവിടെ എക്സിന് പകരം ഇവിടെ എന്തുമായി? y ആയി. സോ y എങ്ങനെ ചേഞ്ച് ആവും? അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ, ഇവിടെ x 1 ആകുമ്പം ഇവിടെ y എന്തുവാണെന്ന് നോക്കണ്ട. x ഇവിടെ 1 ആകുമ്പം എക്സിന് ഈ ഇക്വേഷൻ എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതല്ലേ? എക്സിന് ഇവിടെ 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 - 1 കിട്ടൂല. അപ്പോൾ y എന്തോ കിട്ടും? 0 കിട്ടും. ഒന്നുകൂടെ ചിന്തിക്കുക, x 1 ആകുമ്പോൾ y എന്തും ആവുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം y = x-1 ഉണ്ട്. ഇവിടെ ആദ്യം ഇവിടുത്തെ x-ന് = 1 എന്നുള്ളത് ഞാൻ ഇവിടെ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 1 - 1 എന്തുവാകും? 0 ആകും. അപ്പോൾ x 1 ആകുമ്പോൾ y ഇവിടെ എന്തുവാകും? 0 ആകും. ഇനി x മുകളിൽ n ആകുമ്പം y എന്തുവാകും നോക്കാം. y = ഇവിടെ x-ന് n കൊടുക്കുക, n-1. y = n-1 ആവും. n-1 ഞാൻ എന്തെന്ന് എടുത്തു വെച്ചിട്ടുണ്ട്? m സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സോ x n ആകുമ്പോൾ y എന്തുവാകും? m ആവും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതുക. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് n into p സമ്മേഷൻ y = 0 to m. ഇനി ഇതെന്തുവാണ്? m ഫാക്ടോറിയൽ ബൈ y ഫാക്ടോറിയൽ ഇൻറ്റു m-y ഫാക്ടോറിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്തുവാ? n-നെ ഞാൻ എങ്ങനെ എഴുതിയായിരുന്നു? n ഫാക്ടോറിയൽ ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n-x ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതേപോലെ നമുക്ക് m ഫാക്ടോറിയൽ ബൈ y ഫാക്ടോറിയൽ ഇൻറ്റു m-y ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം? mcy എന്ന് എഴുതിക്കൂടെ? ഇതാ ഈ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. p⁻y-യും q⁻m-y അവിടെ കൊടുത്തു. കാര്യം ദാ സിമ്പിൾ കാര്യം കൊടുത്തിരിക്കുന്നു. mcy എന്ന് പറഞ്ഞാൽ m ഫാക്ടോറിയൽ ബൈ y ഫാക്ടോറിയൽ ഇൻറ്റു m-y ഫാക്ടോറിയലാണ്. ഓക്കെ, np ഇൻറ്റു സമ്മേഷൻ y = 0 to n mcx p⁻y q⁻m-y q+p⁻m എന്ന് എഴുതാം. നമ്മൾ റിസൾട്ട് പഠിച്ചില്ലായിരുന്നു, ഇപ്പം തൊട്ട് മുന്നേ പഠിച്ചു. സമ്മേഷൻ x = 0 to n ncx p⁻x q⁻n-x എനിക്ക് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു? q+p⁻n എന്ന് എഴുതാം. ഇതൊരു ഡെറിവേഷൻ ആണ്, നമുക്ക് പഠിക്കാനില്ല, റിസൾട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ എക്സിനും എന്നിനും പകരം ഇവിടെ എമ്മും വൈയും ആയതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ q+p⁻n എഴുതിയതുപോലെ q+p⁻m എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു np ഇൻറ്റു നമ്മുടെ ബൈനോമിയലിൽ p+q എന്തുവാണെന്ന് അറിയാം. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഫെയിലിയർ ആഡ് ചെയ്യുമ്പോൾ നോർമലൈസേഷൻ കണ്ടീഷൻ np ഇൻറ്റു q+p എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. 1⁻n 1 സോ np ഇൻറ്റു 1 = np. ഓക്കെ, ബൈനോമിയലിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്തുവാണ്? np. നെക്സ്റ്റ് ബൈനോമിയലിൻ്റെ വേരിയൻസ്. രണ്ടും ഒരുമിച്ചായിരിക്കും കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തും ചോദിക്കാം, ഒരുമിച്ചും ചോദിക്കാം. നമ്മുടെ 2019 സ്കീമിലാകുമ്പോൾ ഒരുമിച്ച് മീൻ ആൻഡ് വേരിയൻസ് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. e(x² - e(x²). ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നങ്ങ് വിളിക്കുന്നു. ഞാൻ ഡയറക്റ്റ് ഇതല്ല ചെയ്യുന്നത്, ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ e(x) നമ്മൾ np, മീൻ അല്ല e(x) np എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. np-യുടെ സ്ക്വയർ എടുക്കാൻ ഈ ടേം കിട്ടുമല്ലോ. ഇനി e(x²) കണ്ടുപിടിച്ചാൽ മതി. e(x² ഞാൻ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നില്ല. ഞാൻ അതിന് എന്തോ ചെയ്യുന്നു? ഞാൻ ഇതിന് പകരം ഞാൻ e(x) × x - 1 ആണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് നമുക്ക് പിന്നെ പറയാം.
നമുക്ക് താഴോട്ട് വരുമ്പോൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇ ഓഫ് എക്സ് സ്ക്വയറിന് പകരം എന്താ കണ്ടുപിടിക്കുന്നത്? ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വണ്ണാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഇൻറ്റു പി എം എഫ് ആണെന്ന് അറിയാം, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വന്നാലും ഞാനിവിടെ എന്തോ കൊടുക്കും? സമ്മേഷൻ ഇവിടെ എന്തോ കൊടുക്കുന്നു അതിവിടെ കൊടുക്കുക, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു പി എം എഫ്. സമ്മേഷൻ നമ്മൾ ബൈനോമിയൽ ആയതുകൊണ്ട് 0 മുതൽ n വരെ വേരി ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ സമ്മേഷൻ 0 മുതൽ n 0 തൊട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ സമ്മേഷൻ എക്സിന് ആദ്യം ഫുൾ 0 കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ ഫുൾ ഇതെന്തു ആയിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ എക്സിന് 0 കൊടുത്തിട്ട് കാര്യമില്ല. എക്സിന് 1 കൊടുത്താലോ? ഇവിടെ എക്സിന് 1 കൊടുത്താൽ ഇവിടെ 1 മൈനസ് 1 ഇവിടെയും പിന്നും എല്ലാം 0 ആവും. അപ്പോൾ എക്സിന് എവിടെ തൊട്ട് മതി? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 to n തൊട്ട് മതി. എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഇല്ല. എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ നമ്മുടെ ബൈനോമിയലിൻ്റെ പി എം എഫ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 to n, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 to n, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എൻ സി എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇനി ഒന്ന് ചിന്തിച്ചേ, താഴെ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, മുകളിലത്തെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ കട്ട് ചെയ്ത് പോകണമെങ്കിൽ എക്സ് ഫാക്ടോറിയൽ ഞാൻ എങ്ങനെ എഴുതണം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എഴുതണ്ടേ? അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ മുകളിൽ കട്ട് ചെയ്ത് പോകുമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ ചിന്തിച്ചത് കണക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എൻ ഫാക്ടോറിയലിന് ഞാൻ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതി. എക്സിന് ഇവിടെ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ ഫാക്ടോറിയലിന് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ നിങ്ങൾ. ഇനി നേരത്തെ ഞാൻ എക്സ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം പി റൈസ് ടു എക്സിന് ഞാൻ പി ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഞാൻ പി റൈസ് ടു എക്സിനെ ഞാൻ എങ്ങനെ എഴുതാൻ പോണു? ഞാൻ പി സ്ക്വയർ ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ്, നമുക്ക് എന്തായാലും ഒരു -2 പോലെ വരണം. ഇത് എഴുതിയത് ശരിയാണോ? പി റൈസ് ടു 2 ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 2, പി റൈസ് ടു 2 പ്ലസ് എക്സ് മൈനസ് 2 കട്ട് ചെയ്ത് പോകില്ലേ? പി റൈസ് ടു എക്സ് തന്നെ കിട്ടൂലേ? അപ്പം പി റൈസ് ടു എക്സിനെ ഞാൻ എക്സ് മൈനസ് 2 പോലെ വരാനായിട്ട് എങ്ങനെ എഴുതി? പി സ്ക്വയർ ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 2 എന്ന് എഴുതി. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 to n, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എൻ ഫാക്ടോറിയലിന് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അവിടെ വരെ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റൈസ് ടു എക്സിന് ഞാൻ എക്സ് മൈനസ് 2 പോലെ വരുന്നത് കൊണ്ട് പി സ്ക്വയർ ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 2 ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് അവിടെ കിടപ്പുണ്ട്. ബ്രാക്കറ്റിൽ സിൻസ് ഇട്ടിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ എന്നും എൻ മൈനസ് 1ഉം ഈ പി സ്ക്വയറും പുറത്തെടുക്കുവാണ്. ഏതൊക്കെയാണ്? ഫാക്ടോറിയൽ ഇല്ലാത്ത എന്നും എൻ മൈനസ് 1ഉം പി സ്ക്വയറും. അതാ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ പുറത്തെടുത്തു. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 to n, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 കട്ട് ചെയ്ത് പോയി, മുകളിൽ പിന്നെ എൻ ഇൻറ്റു എൻ മൈനസ് 1 പുറത്ത് വന്നു. സോ എൻ മൈനസ് 2 ഫാക്ടോറിയൽ താഴെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 മുകളിലും താഴെയും കട്ട് ചെയ്ത് പോയി, താഴെ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി സ്ക്വയർ ഞാൻ പുറത്തെടുത്തായിരുന്നു. പിന്നെ പി റേസ് ടു എക്സ് മൈനസ് 2 ഉള്ളൂ, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, ഇതും വലിയൊരു ടേം അല്ലേ? നേരത്തെ പോലെ ഞാനിവിടെ എന്താ കൊടുക്കാൻ പോണ്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോണ്. എന്തുവാണ്? നമ്മൾ നേരത്തെ അവിടെ എൻ മൈനസ് 1ന് എം എന്ന് കൊടുത്തു, എക്സ് മൈനസ് 1ന് വൈ എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ അതേപോലെ തന്നെ കൊടുക്കുവാണ്. എൻ മൈനസ് 2ന് എം എന്ന് കൊടുക്കുന്നു, എക്സ് മൈനസ് 2ന് വൈ എന്ന് കൊടുക്കുന്നു. എവിടെ മാത്രം? സമ്മേഷന് ഉള്ളിൽ മാത്രം. ഓക്കെ, ദാറ്റ് ഈസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ ഒന്നും ബാധകമല്ല, അത് അവിടെ കിടക്കട്ടെ. സമ്മേഷൻ ഇനി ഇത് പിന്നെ പറയാവേ. എൻ മൈനസ് 2ന് എം, എക്സ് മൈനസ് 2ന് വൈ, എൻ മൈനസ് എക്സ് എങ്ങനെ ആയി ഒന്നുകൂടെ പറയണോ? ഈ 2 ടേമാണ്. ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് റൈറ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 2ൽ നിന്ന് എന്തോ കുറയ്ക്കും, നേരത്തെ പോലെ എൻ മൈനസ് 2ൽ നിന്ന് ഞാൻ എന്തോ കുറയ്ക്കുന്നു? എക്സ് മൈനസ് 2 കുറയ്ക്കുന്നു. അപ്പുറത്ത് എമ്മിൽ നിന്ന് ഞാൻ എന്തോ കുറയ്ക്കണം? വൈ കുറയ്ക്കണം. ദാറ്റ് ഈസ് എൻ മൈനസ് 2 മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എക്സ് മൈനസും +2 ഈക്വൽ ടു എം മൈനസ് വൈ. -2 +2 ക്യാൻസൽ ചെയ്തുകൊണ്ട് അപ്പം എൻ മൈനസ് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എം മൈനസ് വൈ. അപ്പോൾ ഇവിടെ എൻ മൈനസ് എക്സിന് എന്തോ കൊടുക്കാം? എം മൈനസ് വൈ എന്ന് കൊടുക്കാം. പി റൈസ് ടു വൈ ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സിന് എം മൈനസ് വൈ. ഓക്കെ, അത് എങ്ങനെ വന്നു എന്നുള്ള ഇനി ഇവിടെ എല്ലാം എന്നിലും എക്സിലും ആയിരുന്നു, ഇവിടെ എല്ലാം എന്തിലായി? എമ്മിലും വൈയിലുമായി. ഇവിടെ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 to n പകരം ഇവിടെ വൈ ഈക്വൽ ടു നമ്മൾ കൊടുക്കണം. ഈ ഇക്വേഷനിൽ എക്സ് ഇവിടെ 2 ആകുമ്പോൾ വൈ ഇവിടെ എന്തോ ആകും? എക്സിന് 2 ഇവിടെ കൊടുത്താൽ 2 - 1 വൈ ഈക്വൽ ടു എന്തോ കിട്ടും? 2 - 1 0 എന്ന് കിട്ടും. ഇനി എക്സ് ഇവിടെ n ആകുമ്പോൾ വൈ ഇവിടെ മുകളിൽ എന്തോ വരും? എക്സിന് ഇവിടെ n കൊടുക്കുക, വൈ ഈക്വൽ ടു n - 2 എം എന്ന് ഇതാ പറഞ്ഞിട്ടുണ്ട്. സോ വൈ ഈക്വൽ ടു 0 to m. ഓക്കെ, മനസ്സിലായല്ലോ?
ബാക്കി കൊടുത്തു, സമ്മേഷന് ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു ഇതിന് എന്തെന്ന് എഴുതാടെ നമ്മൾ സമ്മേഷൻ y ഈക്വൽ ടു 0 ടു m ഫാക്ടോറിയൽ ബൈ y ഫാക്ടോറിയൽ ഇൻറ്റു m മൈനസ് y ഫാക്ടോറിയൽ p റൈസ് ടു y q റൈസ് ടു y എങ്ങനെ എഴുതാം? അതാണ്ട് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്തുവാ സമ്മേഷൻ ഇതെന്നെ എങ്ങനെ എഴുതാം? q പ്ലസ് പി ദ ഹോൾ റൈസ് ടു m എന്ന് എഴുതാം, നേരത്തെ ചെയ്ത അതേപോലെ. ദാറ്റ് ഈസ് q പ്ലസ് പി ദ ഹോൾ റൈസ് ടു m. നമ്മുടെ ബൈനോമിയിൽ p q ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ്? 1 അല്ലേ? അപ്പം n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു 1 റൈസ് ടു m, ദാറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു 1, ദാറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ്. അപ്പം നമ്മൾ എന്തോ കണ്ടുപിടിച്ച് മറന്നു പോകരുത്. നമ്മൾ ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്യുവാണ്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, ഈ വെളി കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇ അകത്തോട്ട് കൊടുക്കുന്നു, എക്സ്പെക്റ്റേഷൻ അകത്തോട്ട് കൊടുക്കുന്നു. ഇ ഓഫ് ഇ ഇൻറ്റു എക്സ് സ്ക്വയർ ഇ ഓഫ് എക്സ് സ്ക്വയർ, ഇ ഓഫ് മൈനസ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് n ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ. ഇതിൽ നിന്നും ഇ ഓഫ് എക്സ് സ്ക്വയർ മാത്രം നമുക്ക് എന്തോ വേണമെന്നേ, ഞാൻ ഈ ടേം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഇ ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഈ ടേം ആയി. നമുക്കിത് മാത്രം മതി, ഇത് മാത്രത്തിനാണ് ഞാൻ അത് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ മാത്രം അവിടെ ഇട്ടേക്ക്, മൈനസ് ഇ ഓഫ് എക്സ് അപ്പുറം കൊണ്ടുപോകും, പ്ലസ് ഇ ഓഫ് എക്സ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എൻ പി ആണ്. ഞാൻ n ഓപ്പൺ ചെയ്യുന്നു, n ഓപ്പൺ ചെയ്യുമ്പം n ഇൻറ്റു n എൻ സ്ക്വയർ, n ഇൻറ്റു മൈനസ് 1 മൈനസ് എൻ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് എൻ പി. ഇനി ഈ പി സ്ക്വയർ ഒറ്റയടിക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക ഇവിടെ. പിന്നെ എൻ സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി അവിടെ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഇ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അതിന് സ്റ്റാർ. ഓക്കെ, ഇനി ഞാൻ എന്തിലിട്ട് കൊടുക്കുന്നു? വേരിയൻസ് ഓഫ് എക്സിൻ്റെ ആ ഇക്വേഷൻ നമ്പർ 1ൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് ആയിരുന്നു ഇക്വേഷൻ നമ്പർ 1. അതിനകത്ത് ഞാൻ ഇ ഓഫ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് നമ്മുടെ ബൈനോമിയൽ ഇ ഓഫ് എക്സ് എൻ പി ആയിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്ത്. അപ്പോൾ ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്തോ വരും? ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ത് വരും? എൻ പിയുടെ സ്ക്വയർ. എൻ പിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ പി സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് എൻ സ്ക്വയർ പി സ്ക്വയർ. ഇവിടെ പ്ലസ് എൻ സ്ക്വയർ പി സ്ക്വയർ ഉണ്ട്, മൈനസ് എൻ സ്ക്വയർ പി സ്ക്വയർ ഉണ്ട്, കട്ട് ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും? മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി. ഇതിനകത്ത് രണ്ട് എൻ പി ഓരോ എൻ പി കോമൺ ആയിട്ട് എടുത്തൂടെ? അപ്പോൾ എൻ പി കോമൺ ആയിട്ട് എടുക്കുമ്പം ഇവിടെ മൈനസ് ഉണ്ട്, ഒരു പി എ ഞാൻ കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ എഗെയിൻ ഒരു പി ഉണ്ട്, പ്ലസ് ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ 1 കൊടുക്കും ഇല്ലേ. ദാറ്റ് ഈസ് എൻ പി ഇൻറ്റു മൈനസ് പി പ്ലസ് 1. വാട്ട് ഈസ് മൈനസ് പി പ്ലസ് 1? ഇതിനെ നമുക്ക് 1 മൈനസ് പി എന്ന് എഴുതിക്കൂടെ? 1 മൈനസ് പി എന്താണെന്ന് നമുക്കറിയാം, ക്യൂ ആണെന്നറിയാം. കാര്യം പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ത് കിട്ടും? 1 മൈനസ് പി അല്ലേ നമ്മളെ ബൈനോമിയല്ലേ. ദാറ്റ് ഈസ് മൈനസ് പി പ്ലസ് 1, അല്ലെങ്കിൽ 1 മൈനസ് പി എന്തെന്നറിയാം നമുക്ക്? ക്യൂ എന്നറിയാം. അതാണ്ട് പി പ്ലസ് ക്യൂ 1 ആയതുകൊണ്ട് ബൈനോമിയൽ. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ. അതല്ലേ നമ്മുടെ വേരിയൻസ്. ഓക്കെ.